രാജ്ഭവനിൽ ഭാരതമാതാവിനെ പൂജിക്കുന്നതിൽ അസഹിഷ്ണുതയോടെ നിയമ നടപടിയിലേക്ക് വരെ പിണറായി വിജയൻ സർക്കാർ നീങ്ങുമ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ വിധിയാണ് ചർച്ചയാകുന്നത്. ഭാരതമാതാവിനെ പൂജിക്കുന്നത് അടിസ്ഥാനപരമായി ഒരാളുടെ ദേശീയ സ്വത്വത്തോടുള്ള സ്നേഹത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ആവിഷ്കാരമെന്നായിരുന്നു 2024 നവംബർ 13 മദ്രാസ് ഹൈക്കോടതി വിധി. ഭാരതമാതാവിനെ പൂജിക്കുന്നത് ഒരാളുടെ പൈതൃകത്തോട് ചേർന്ന് നിൽക്കുന്ന ത്യാഗത്തിന്റെയും മൂല്യത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഭാരതമാതാവ് സ്വാതന്ത്ര്യത്തിന്റെയും ശ്രേഷ്ഠതയുടെയും സഹനത്തിന്റെയും സാംസ്കാരിക സ്വത്വത്തെയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുവെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. തമിഴ്നാട് വിരുദുനഗർ ജില്ലയിലെ BJP ഓഫീസ് വളപ്പിൽ സ്ഥാപിച്ച ഭാരതമാതാവിന്റെ പ്രതിമ DMK സർക്കാർ പിടിച്ചെടുത്തതിനെതിരെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് P പാണ്ഡുരംഗൻ നൽകിയ ഹർജി അംഗീകരിച്ച് മധുര ബെഞ്ചിലെ ജസ്റ്റിസ് N ആനന്ദ് വെങ്കടേഷ് ആണ് സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. ഒരാൾക്ക് തന്റെ ദേശീയത, ദേശഭക്തി, ദേശസ്നേഹം എന്നിവ പ്രകടിപ്പിക്കാനുള്ള അവകാശം ഭരണഘടനയുടെ 19(1)A അനുവദിക്കുന്ന മൗലികാവകാശങ്ങളുടെ പരിധിയിൽപ്പെടുമെന്ന സുപ്രധാന നിരീക്ഷണവും വിധിയിലുണ്ട്. ദേശീയ പതാകയെ സംബന്ധിക്കുന്ന വകുപ്പാണിതെങ്കിലും പതാകയായാലും പ്രതിമയായാലും ദേശഭക്തിയുടെ ആവിഷ്കാരത്തിന് അടിസ്ഥാനം ഒരേ തത്വമാണെന്നും ജസ്റ്റിസ് N ആനന്ദ് വെങ്കടേഷ് വിശദീകരിക്കുന്നു. ഭാരതമാതാവിനെ ആദരിക്കുന്നതും പൂജിക്കുന്നതും സ്വന്തം ദേശത്തോടുള്ള സ്നേഹത്തെ എത്രമാത്രം പ്രോജ്വലിപ്പിക്കുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മദ്രാസ് ഹൈക്കോടതി വിധി. ഭാരതമാതാവിന്റെ പ്രതിമ സ്ഥാപിച്ചത് മാതൃരാജ്യത്തോടുള്ള ഒരാളുടെ ആദരവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഒരാളുടെ സാംസ്കാരിക ദേശീയ സ്വത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിമ സ്ഥാപിക്കുന്നതിനെ വ്യത്യസ്ത തലത്തിൽ കാണണം. ഒരാൾ വീട്ടിലോ പൂന്തോട്ടത്തിലോ ഭാരതമാതാവിന്റെ പ്രതിമ സ്ഥാപിക്കുന്ന നാടിനോടുള്ള ആദരവ്, ഐക്യം, പ്രതീക്ഷ എന്നിവയെ പ്രതിഫലിപ്പിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. BJP ജില്ലാ ഓഫീസിൽ സ്ഥാപിച്ച ഭാരതാംബയുടെ പ്രതിമ സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് വിധിച്ച ഹൈക്കോടതി പ്രതിമ BJP ജില്ലാ ഘടകത്തിന് വിട്ടുകൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശവും നൽകിയിരുന്നു. ഭാരതാംബയുടെ മഹത്വം വിശദമാക്കുന്ന കവിതയും ജസ്റ്റിസ് N ആനന്ദ് വെങ്കടേഷ് ഉത്തരവിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.